Hi friends, welcome to Sheba's Recipes. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും വേണ്ടിയുള്ള സൂപ്പർ ടേസ്റ്റിൽ ഉള്ള ഒരു സ്പെഷ്യൽ കറിയായ ചിക്കൻ സാലന ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിനു വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം. 5 ടേബിൾ സ്പൂൺ തേങ്ങ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 15 ചെറിയ ഉള്ളി, മീഡിയം സൈസിലെ 15 എണ്ണം. ഞാൻ ഈ കസകസയും കാഷ്നട്ടും ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 10 കാഷ്നട്ടും പിന്നെ 1 ടീസ്പൂൺ കസകസ എടുത്തിട്ടുണ്ട്. കസ്കസ് എന്ന് പറയും, വൈറ്റ് പോപ്പി സീഡേത്. അപ്പോൾ ഇത് ഗൾഫിലൊന്നും ഇത് കിട്ടത്തില്ല. അങ്ങനെയുള്ളവരിത് അരയ്ക്കേണ്ട, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ കാഷ്നട്ട് ഒരു 2-3 എണ്ണം കൂടെ ഒക്കെ കൂടുതലെടുത്താൽ മതിയാവും. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് അരച്ചിട്ടുണ്ട്. പാനിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കണം. 2 ഏലക്ക, 2 ഗ്രാമ്പു, 1 പീസ് പട്ട, 2 ഇഞ്ച് സൈസിൻ്റെ 1 പീസ് പട്ട, 1 തക്കോലം, 1 ബേ ലീഫ്, അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. 2 നുള്ളു പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള അരിഞ്ഞതും പച്ചമുളക് ഇട്ട് കൊടുക്കണം. ചെറിയ 2 സവാള ഞാൻ എടുത്തേക്കുന്നുണ്ട്, അത് കുറച്ച് പൊടിയായിട്ടൊന്ന് അരിയണം. പിന്നെ 3 പച്ചമുളകും 2-3 കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പുതിന ഇല, അതായത് 1.5 ടേബിൾ സ്പൂണൊക്കെ വരുന്ന പോലെ, അത്രയും മതി, ഒരുപാട് വേണ്ട. ഈ സാലന ഉണ്ടാക്കുമ്പോൾ ശകലം പുതിന ഇല ചേർക്കാറുണ്ട്. നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് തമിഴ്നാട് സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ കറി. ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും നല്ലൊരു സൈഡ് ഡിഷ് ആയത്. വേണമെന്നുണ്ടെങ്കിൽ ചോറിനും കഴിക്കാൻ, കുഴപ്പമില്ല. ഈ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളർ ആകാൻ തുടങ്ങുന്നുണ്ട്. സമയത്ത് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. സവാളയുടെ നിറമൊക്കെ കുറച്ചും കൂടെ ഒക്കെ നല്ലതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലിട്ട് മീഡിയം സൈസിൽ ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ലോ ഫ്ലെയിമിൽ തന്നെ ഈ തക്കാളി ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റാം. ഈ തക്കാളി ഒരുപാട് വഴറ്റണ്ട, ഒരു 3 മിനിറ്റ് നേരമൊക്കെ ലോ ഫ്ലെയിമിൽ വഴറ്റാം. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരുപാട് വേണ്ട. 2-3 ടേബിൾ സ്പൂണൊക്കെ, അത്രയും മതി. നല്ലതായിട്ട് ഇളക്കിയിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിനിപ്പോൾ 1/2 കിലോ ചിക്കൻ എടുത്തേക്കുന്നത്. ക്ലീൻ ചെയ്തതിന് ശേഷം 1/2 കിലോ. കുറച്ച് ഉപ്പും കൂടി ഇടാം. നല്ലതായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കാം. ഇത് മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ 3 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ 1/2 ടീസ്പൂണും കൂടെ ഒക്കെ കൂടുതൽ ചേർക്കാം. എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂണും കൂടെ ഒക്കെ. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ സാലനയൊക്കെ ഒരുപാട് അങ്ങ് കുറുകിയിരിക്കത്തില്ല, കുറച്ചൊരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. കാഷ്നട്ടും ഒക്കെ ചേർത്തുകൊണ്ട് ഗ്രേവി തിക്കായിട്ട് വരും. വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചാറ് ലൂസാക്കി എടുക്കാം, കട്ടിയാകുവാണെങ്കിൽ. ഇപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. മീഡിയത്തിനെക്കാട്ടിൽ ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് തരിയായിട്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം ചൂടാക്കി പൊടിച്ചത്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഞാൻ ഇടയ്ക്ക് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നു, അതായത് 1/4 കപ്പ് ചൂടുവെള്ളം. അത് ഗ്രേവി കുറച്ചൊന്ന് കുറുകിയായിരുന്നു, ഒരുപാടങ്ങ്. അപ്പം നിങ്ങളങ്ങനെ നോക്കിയിട്ട് ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ച വെള്ളമായിരിക്കണം. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ചു വെക്കാം.
ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഗ്രേവി ഇരുന്നാൽ മതി. ആറുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കട്ടിയാകും. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഇപ്പോൾ നല്ലൊരു സൈഡ് ഡിഷ് ആയത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.